വെൽക്കം ബാക്ക് ടു എവാസ് വ്ലോഗ്. ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ നാട്ടിൽ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇതുവരെ അത് സോൾവ് ആയിട്ടില്ല. പല ഹോസ്പിറ്റലിലും സോൾവ് ആയിട്ടുണ്ട്, പലയിടത്തും അത് സോൾവ് ആയിട്ടില്ല. സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ സമരങ്ങളുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ചെറിയൊരു വിഭാഗം അവർ ഒത്തിരി നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും കാശിൻ്റെ ആവശ്യം ഇവർക്ക്? അങ്ങനെ നഴ്സുമാരുടെ എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് പറയാൻ, നമ്മുടെ നാട്ടിലെ നഴ്സസിന് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു തുകയാണ്. കാരണം നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോഴേക്ക് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അവരുടെ മുന്നിലുണ്ട്. വലിയൊരു തുക ലോൺ എടുത്തിട്ടായിരിക്കും ഈ സ്റ്റുഡൻസ് എല്ലാവരും പഠിച്ചിറങ്ങുന്നത്. അവർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ അപ്രോച്ച് ചെയ്യുന്നു. നാട്ടിലെ ഏതൊരു ഹോസ്പിറ്റൽസിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും അവരൊരു ചെറിയ തുകയാണ്, നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ തുകയാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ കാശ് ഇവരുടെ ലോണിൻ്റെ മന്ത്ലി EMI അടച്ചു തീർക്കാൻ തന്നെ ചിലപ്പോൾ തികയുന്നുണ്ടാവില്ല. അവരുടെ ഡേ ടു ഡേ ലൈഫ് എക്സ്പെൻസും ഈ മന്ത്ലി EMI വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഇത്രയും നാളും നമ്മളെ പഠിപ്പിച്ചൊരു അച്ഛനെ അമ്മയെ നോക്കാനുള്ളൊരു സാഹചര്യം അവർക്കുണ്ടാവില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ ശമ്പളം പരിഷ്കരണം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നഴ്സിന് സത്യം പറഞ്ഞ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുന്നില്ല. എല്ലാവർക്കും ഈ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനോ ഒന്നും സാഹചര്യം ഉണ്ടാവില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പം നമ്മുടെ നാട്ടിലെ നഴ്സസ് എങ്ങനെ അവർ ജീവിക്കും? നമ്മുടെ ഈ നഴ്സുമാർ മാലാഖമാരാണ് എന്ന് പറഞ്ഞാലൊന്നും അവരുടെ വീട്ടിലെ അടുപ്പ് പുകയില്ല. അവർക്ക് കൃത്യമായ ശമ്പളം തന്നെ കിട്ടണം. എങ്കിലേ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അച്ഛനും അമ്മയെ നോക്കാനും അവരുടെ ലൈഫ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ നഴ്സിംഗ് കോളേജസിലെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് അതൊരു വലിയ തുക തന്നെയാണ്. ഇയർലി അവർ ഈ കാശ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെന്തുകൊണ്ടാണ് നമുക്കൊരു കൺട്രോൾ വരാത്തത്? വർഷത്തിൽ അവർ ഇത്രയും ഒരു വലിയ ഫീസ് നഴ്സിംഗ് കോളേജസിൻ്റെ മാനേജ്മെൻറ്റ് കൂട്ടുമ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് അതൊരു വലിയൊരു ഭാരിച്ച തുക തന്നെയാണ്, പ്രത്യേകിച്ചൊരു ജോലിയും ഇല്ലാത്ത ഒരു പഠിച്ചിറങ്ങിയ ഒരാൾക്ക്. എന്തുകൊണ്ട് ഇതിലൊരു കൺട്രോൾ വരുന്നില്ല? പിന്നെ ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ നഴ്സിംഗ് ചാർജ് എന്നും പറഞ്ഞ് തന്നെ ഒരു സെപ്പറേറ്റ് എമൗണ്ട് അവർ നമ്മുടെ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും ഈടാക്കുന്നുണ്ട്. ഈ നഴ്സിംഗ് ചാർജസിൻ്റെ ചെറിയൊരു ശതമാനം പെർ പേഷ്യൻസിൻ്റെ അടുത്ത് മാറ്റി വെച്ചാൽ തന്നെ ഈ വലിയ ഹോസ്പിറ്റൽസിൻ്റെ ലാഭത്തുനിന്ന്, അവർക്ക് കിട്ടുന്ന ലാഭത്തുനിന്ന് പോലും ഈ നഴ്സസിന് സാലറി കൊടുക്കേണ്ട. അവർ പണിയെടുക്കുന്നതിന് നഴ്സിംഗ് മാനേജ്മെൻറ്റ് മേടിക്കുന്ന കാശിൻ്റെ ചെറിയൊരു വിഹിതം കൊടുത്താൽ തന്നെ, പെർ പേഷ്യൻസിൻ്റെ വിഹിതം കൊടുത്താൽ തന്നെ നമ്മുടെ നഴ്സസിന് നല്ലൊരു സാലറി ഈ മാനേജ്മെൻറ്റിന് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ട് അതവർ ചെയ്യുന്നില്ല? എൻ്റെ ഈ രണ്ട് അഭിപ്രായത്തിനോടും നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഹാവ് എ നൈസ് ഡേ.